രാവിലെ നല്ലൊരു മഴ കഴിഞ്ഞു. അടുത്തൊരു ചെറിയ മഴ വരുന്നുണ്ട്, ചാറുന്നുണ്ട്. ചെറുതാണോ വലുതാണോ എന്ന് കണ്ടറിയാം. ഓക്കെ ബാ എടുത്തോ. മഴ രാവിലെ തൊട്ട് ഇങ്ങനെ മഴ പെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിയാണ്. കാരണം എന്താ അന്ന് ഇതുപോലെ മഴ പെയ്തപ്പോഴാണ് ഇതുപോലെ നിൽക്കുമായിരുന്നു. അന്നേരമാണ് ഉരുൾ പൊട്ടിയത്. കൂട്ടിക്കലൊക്കെ ഉരുൾ പൊട്ടി എത്രയും നാശങ്ങളുണ്ടായത്. ആൾക്കാർ മരിച്ചു. ഇതൊക്കെ സംഭവങ്ങളായിരുന്നു ഇവിടെ. അതുകൊണ്ട് ഈ മഴ വരുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിയാണ്. ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തോ ഒരു ഭയങ്കരമായിട്ടൊരു പേടിയാണ്. രാത്രിയൊക്കെ മഴയായിരുന്നു. ഈശ്വര, ഇങ്ങനെ നിന്നങ്ങ് പെയ്യുമ്പോഴാണ് പ്രശ്നം. അവിടെയുള്ളവരൊക്കെ സത്യം പറഞ്ഞാൽ എന്ത് പേടിച്ചിട്ടായിരിക്കും നിൽക്കുന്നത്. വെള്ളം ഒഴിഞ്ഞ് മഴയാടാ ചെറുക്കാം. എന്നാടാ നടക്കുന്നുണ്ടോ? ആ മഴയും കഴിഞ്ഞു. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഇല്ലേ? ഒന്ന് പറ. ആ ബുമ്മോണിയോ? എവിടെ പോവാ? ആ വീട്ടിൽ പോകുന്ന എന്താണെന്നറിയോ? ഗൂഗിൾ കാണാൻ വേണ്ടി പോവാ. ഗൂഗിൾ ഓൺ ചെയ്യാൻ വേണ്ടി. കണ്ടോ കണ്ടോ, ഇപ്പം വെള്ളവും പ്രശ്നമില്ല, ഒന്നും പ്രശ്നമില്ല. അല്ലെങ്കിൽ വെള്ളത്തിൽ ചവിട്ടത്തില്ല. പപ്പൂനെ പോലെ മണിച്ചിത്ത താഴ്ന്നത്ത്. ഇത് മറ്റേ ഇത് എന്നാ ലിക്വിഡ്. നീ ആ കമ്പനി മൊത്തം മേടിച്ചോ? ഇത് ആവശ്യമുള്ളതല്ലേ അല്ലേ? പെട്ടെന്ന് ഈ സാധനം തീരുന്നത്. മോർലൈറ്റാണോ? ആദ്യം ഓർഡർ ചെയ്ത് അതേതാ? ഉജാലയുടെ ഓർഡർ ചെയ്തോ? ആദ്യം ഞാൻ ഇത് ഓർഡർ ചെയ്തു. ഇത് ഓർഡർ ചെയ്തിട്ട് ഇതുമാതിരി തന്നില്ല. 2 പ്രാവശ്യം ഇത് അതിന്റെ ഇത് മാറിപ്പോയി, അയച്ചില്ല. അങ്ങനെ അത് മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഏതെങ്കിലും വേണ്ടേ എന്ന് ഓർത്തിട്ട് ഞാൻ അത് അതിന്റെ ഡേറ്റ് മാറ്റി. ഉജാല നമ്മൾ മേടിച്ചല്ലേ? ഉജാല നമ്മൾ മേടിച്ചിട്ടില്ല. നമ്മൾ മേടിച്ചോണ്ടിരിക്കുന്നത് ഏരിയലും ഗോദ്രേജിന്റെ ഗോദ്രേജ്. ഇപ്പൊ ഉജാല 2 നോക്കണേ. ഇത് 4 ലിറ്റർ. ഇത് എത്ര? ഇതിന് 350. ഇത് എത്രയാ?
5 ലിറ്റർ. ഇത് 4 ലിറ്റർ. ഓക്കെ. ഉജാല നല്ല സ്മെല്ല. ഉജാല നല്ലതല്ലേ? അതെ, ഉജാലയുടെ ഇത് ഉപയോഗിച്ചിട്ടുള്ള. അടുത്ത മഴ വരാനുള്ള തയ്യാറെടുപ്പാണ്. ഇതും കൂടി വന്നിട്ടുണ്ട്, പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സിംബായി വന്നേ, ഇവിടെ വാ. അപ്പാടെ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന സിംബ മാത്രമേ ഉള്ളൂ. അടുത്ത വലിയ മഴ വരുന്നുണ്ടാ, പെയ്യാൻ തുടങ്ങി. നല്ല മഴ. പിന്നെ അടുത്ത മഴ വീണ്ടും പെയ്തു. ഇന്ന് മൊത്തം മഴയാണേ, ഫുള്ള് മഴ. നാരായണി, നീ ശാമ്പുവിനടുത്ത് പോയിക്കൂടെ? അവളത് കുളിപ്പിക്കണ്ട. അയ്യോ വേണ്ട, കറിയായിട്ട് കുളിപ്പിച്ചാൽ മതി. ഇവിടെ ചെറുക്കന് ഭയങ്കര ക്ഷീണമാണ്, ഉറക്കക്ഷീണം. കാരണം രാത്രി മൊത്തം ഉറക്കമല്ലേ, അതിൻ്റെ ഉറക്കക്ഷീണം വരുന്നു. കൂട്ടിപ്പോയി കിടക്കടാ. നോക്കുന്നുള്ളൂ ഒരു കണ്ണും കൊണ്ട്. കണ്ടോ 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 കണ്ടോ. ഒരു കിടുക്ക മഴ പെയ്യും, അത് മാറും, പിന്നെ വെയിൽ വരും, പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും മൂടിക്കെട്ടിട്ട് ഒറ്റ മഴയാണ്. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെപ്പോലെന്ന് പറഞ്ഞേ? ഗീതു. ഒരു സിനിമ ഇല്ലേ, എന്താ പൂക്കാലം വരവായിയാണോ? ജയറാം ബെസ്റ്റ് ഡ്രൈവർ ആയിട്ട് മറ്റേ ബേബി സാൻഡിയുടെ. ആ, പൂക്കാലം വരവായി. ആ അതെ, മറ്റേ ജയറാമേട്ടന്റെ പാടില്ലേ, അല്ല അവരുടെ പടമില്ലേ ഗീതു എന്ന് പറഞ്ഞ, അതിനകത്ത് ബേബി ശാമിലി ഗീതു എന്നൊക്കെ പറഞ്ഞ് വരികയല്ലേ, ആ ഗീതു ആന്നാ പറഞ്ഞത്. നീ തന്നെയല്ലേ പറഞ്ഞ ഗീതു ആന്ന്? എനിക്ക് മനസ്സിലായില്ലേ ഗീതു. സ്കൂളിനകത്ത് കൊണ്ടുപോകാം, തുറക്കുമ്പോ കൊണ്ടുപോകാം. എന്റെ ആധാർ കാർഡിന്റെ കോപ്പി വല്ലതും ഉണ്ടോ അതിനകത്ത്? നമ്മുടെ ജോയിന്റ് അക്കൗണ്ട് ആക്റ്റീവ് ആണോ നോക്കണം. ബാങ്കിൽ പോകണം, അക്ഷയ പോകണം, പിന്നെ സ്കൂളിൽ പോയി TC നിന്റെ മേടിക്കണ്ട, മറ്റേ സ്കൂളിലോട്ട് മാറ്റണം. പിന്നെ എടുക്കാൻ പോകണേ. ഓക്കെ, ഞാൻ പറയണ്ടല്ലോ, അറിയാമല്ലോ എൻ്റെ പൊന്നെ, ഇതിലെ കൂടെ നടക്കുകയെന്ന് പറഞ്ഞാൽ തോക്കണം. തോക്കി വിജയിച്ചാൽ മാത്രമേ അപ്പുറം കിടക്കാൻ പറ്റുള്ളൂ. പാലം, കുളം, റോഡ്, വീട്, കുളം, റോഡ്. ഇല്ല, അവിടെ തെന്നി കിടക്കുന്നുണ്ട്. ചക്ക വീണിട്ടല്ലേ? ചിലപ്പോൾ അങ്ങനെ പോലെ അയ്യോ തെറിച്ചേക്കാം. ഞാൻ നോക്കണ്ട, ഞാൻ വീട്ടിൽ പൊക്കോളാം. ഞാൻ മറക്കത്തില്ലടി. നീ വിചാരിച്ച ഞാനത് മറക്കുന്നതാണോ? അതിനുവേണ്ടി പോകുന്ന പോലും ആ സാധനം ഇല്ല, പറ്റത്തില്ലേ? അതൊക്കെ എല്ലാ സംഭവങ്ങളും ഇരിക്കുന്നേ. അപ്പോൾ ശരി, പോയിട്ട് വരാം. അപ്പോഴോട് പറയണം, ഫോൺ എടുത്ത് വെച്ചേക്കണം, ഞാൻ വിളിക്കും. എന്തിനാ ഇതിനൊക്കെ കുത്തിട്ടോണ്ട് ഓടി വരുന്നുണ്ട്, വരുന്നു എന്നെ ഓട്ടയാണ്. ചോറ് തരാം. കുറച്ചു നേരം വെയിൽ, പിന്നെ മൂടൽ, പിന്നെ മഴ. വീണ്ടും മഴ ചെറുതായി ചാറി വരുന്നുണ്ട്. മഴയാടി. അല്ലല്ലോ, എന്തിനാ കിടന്ന് ഓടുന്ന? പയ്യെ വന്നാൽ മതിയായിരുന്നല്ലോ. ഭയങ്കര കാറ്റാണല്ലോ. എവിടെ അവിടെ തന്നെ വെച്ചേട്ടെ.
കറണ്ട് പോയാ നേരം? ഇല്ല, ഇപ്പൊ പോയതാ. ഉണ്ടായിരുന്നല്ലോ. ആ സുന്ദരിയാണല്ലോ. വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട്. ഇറങ്ങും. വാ. ഓ ഓ എന്താ കാണിക്കുന്നത്? വെള്ളത്തിൽ ചവിട്ടുന്നേ? ഓ ചുമ്മാതോ? നടന്നു പോണോടി. പയ്യെ സൂക്ഷിച്ചു പോണേ, സൂക്ഷിച്ചു പോണേ. എന്നാ പറ്റി? ആരാ അവിടെ കൊണ്ടാക്കിയേ? ആണോ? എന്നെ ചെയ്യും ഞങ്ങള്. അവൾക്ക് നടക്ക എടുക്കണം. ഞാൻ മിക്കവാറും കണ്ണു നടക്കാം. ഒന്നുമില്ല, ഇപ്പൊ വരും. വണ്ടി വരാൻ താമസിച്ച അപ്പോഴേ ഇല്ല, വന്നതേ ഉള്ളൂ. അതിന് കരയാൻ എത്ര നേരം വേണം നമുക്ക്? ഒരു പുതിയ ഇതാണ്. ഇവിടെ കേറുമ്പോ പറയാം ദാഹിക്കുന്നു. ഇവിടെ ഒന്നുമില്ല. പോയേ നിന്നോട് അപ്പുറം വഴി കയറാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ നിനക്ക് പറഞ്ഞാൽ ഇവിടെ സ്കൂൾ ബസ്സിൽ എങ്ങനെ കയറ്റുള്ളൂ? ഇങ്ങനെയാണെങ്കിൽ സ്കൂൾ ബസ് വരാൻ താമസിച്ച ഭയങ്കര വിഷയം. കൂടെ വരാൻ എങ്ങനെയാലും റിക്വസ്റ്റ് ചെയ്താണെന്ന് പറഞ്ഞു. ഞാൻ നൂർജിയാണ് പറഞ്ഞായിരുന്നു. അല്ല, ഇതിലെ കൂടെ വരുന്നതിന്റെ അല്ല, 5 മിനിറ്റ് താമസിച്ചാന്ന് ചോദിച്ചത്. ചിലപ്പോ പോവാൻ റെഡി ആവുമായിരിക്കും. ഇപ്പൊ എന്നാ പറയോ, 5 മിനിറ്റ് എന്നുള്ളത് കറക്റ്റ് ഷാർപ്പ് ടൈമിൽ ചെയ്ത് അങ്ങനെ പുള്ളി ആ ഒരു മൈൻഡിലല്ലേ ഇരിക്കുന്നത്. ആദ്യത്തെ 2 ദിവസം കയറും, പിന്നെ സെറ്റ് ആവാലേക്ക് വരും. ഈ വീട്ടിലെ എന്നും ഷൂട്ടിംഗ് അല്ലേ? കഴിഞ്ഞില്ല. അകത്തോട്ടായിരിക്കും. ഹോട്ടലിനകത്തായിരിക്കും. മെയിൻ മാമൻ ഏറ്റവും ഫ്രണ്ടില് വേറെ കണ്ടോയിരിക്കുന്നത്. സ്വന്തം മാമനാണ് നിൽക്കൊണ്ട്. പിന്നെ നടുവിലത്തെ ഒടുവിലത്തെ എല്ലാം ഉണ്ട്. ആങ്ങളമ്മയൊക്കെ പറയും.
എത്തിയില്ല. ഇല്ല, നോക്കട്ടെ. മോട്ടോർ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഉണ്ടോ? അത് ഇവിടെയാ. പാവലിടുന്നുണ്ട്. പ്രിഫർ ചെയ്യത്തുള്ളൂ. അതിന് പകരം ഇപ്പൊ ഡോക്ടർ വന്നേക്കുന്നേ. പട്ടിണിയാന്ന് ഓർക്കും എല്ലായിടത്തും ഇന്ന് വിശക്കെന്ന് പറയാം. ഡോക്ടറോട് പറയാം വിശക്കെന്ന്. പോകാം വിശക്കുന്നു. മരിച്ചു പോയതല്ല, +2 വിഷയത്തിന് A+ നേടി. അവിടെ നിന്ന് പോണം ഡിസ്പ്ലേ കിട്ടാക്കുന്ന ഡ്രസ്സ് കാണാൻ. എൻ്റെ പൊന്നു ചേട്ടാ, ഉണ്ടൊക്കെ ഒന്നുമില്ല കേട്ടോ. ടയർ ഇതാണ് കൂടി മറ്റം. ഇവിടെ കാണിക്കണി ആരാണ്? മടിയിരുത്തടി. മടി ഒന്നിരുത്തണ്ട. നമുക്ക് ചിലപ്പോ കൈ ഉണ്ടെങ്കിൽ കണ്ടാച്ചാ പോലെ. ഇങ്ങോട്ട് ഓർപ്പിക്കാതിരുന്നാ പോരാ. മാമനല്ല, അല്ലല്ല. ആരെ കാണിക്കാനാടി? ഓണാക്കി മീനെ വിളിച്ചേ. അല്ല ആരെ കാണിക്കാനാ? എന്നാ ബഹളമായി അങ്ങോട്ട് പോയി കാണണമെന്ന് പറഞ്ഞോണ്ട്. എങ്ങോട്ടാ പോയെ? ചായ കുടിക്കാൻ പോയതാ. ഡോക്ടർ അടുത്ത് പോയതാ. കൂട്ടുകാരനെ ഡോക്ടർ അടുത്ത് പോയാ വീട്ടിലോട്ട് ചായം കടി കുടിക്കാൻ വേണ്ടി പോയതാണ്. ചായം കടി കുടിക്കാതെ എവിടെ ഉണ്ട്? അത് അവിടെ ഇല്ലടി. എങ്ങോ പോയി അവിടെ നിന്ന് പോയി കഴിക്കാം. എന്തേ അവര് വന്നോ? ഇല്ല, പിള്ളേരെ അവസാനം വരുള്ളൂ. ആണോ? അവള് വന്നോ? അവള് വന്നു. അവധി കഴിഞ്ഞിട്ടുള്ളോ? ശരി, പോവാ. വന്നാ മാമയെ കണ്ടല്ലോ. ശരി. നിർത്തി വെച്ച് അങ്ങനെ ശരിയാണല്ലോ. അല്ല, എല്ലാരും നിർത്തി വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ, ഇങ്ങനെല്ലാം ബന്ധങ്ങളൊക്കെ കൂടുതലേ. കണ്ടോ വന്നോണ്ടിരിക്കാ. പോയി കണ്ടിട്ട് വന്നോണ്ടിരിക്കാ. തുടങ്ങാനും പോയി. അപ്പുറത്തിടി ഇവിടി. അഞ്ച് ഒരാളുണ്ട് വരും. ചായ തരുന്നേ.
14 കടി 4 5 ചായ. തമിഴ്നാട്ടിലെ കുറുകിയ ചായ നല്ല കുറുക. ഇവിടെ അവിടെ മരുന്ന് മേടിക്കാനുള്ള ആ സ്ലിപ്പിംഗ് ഒന്ന് ഞാൻ മേടിച്ചോണ്ട് വരാം. നിങ്ങൾ എന്നിട്ടേ കയറി പോയാൽ മതി. ഞാനേ മേടിച്ചോണ്ട് വന്നേക്കാം. ഇല്ല, ഒന്നുമില്ല. ആൾക്കാർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല അല്ലെ? ജനങ്ങൾക്ക് ഉള്ള സ്ഥലത്ത് മൊത്തം കൊണ്ടുപോയി ഇത് കണ്ടോ, ഇതാ പരിപാടി. മൊത്തം റോഡിൽ വരെ സാധനം. ജനങ്ങൾക്കും പരാതിയില്ല, ഭരിക്കുന്നവർക്കും പരാതിയില്ല, ഒന്നുമില്ല അല്ലേ? ചുമ്മാ അങ്ങ് എന്തൊക്കെയോ ചെയ്തങ്ങ് പോകുന്നു. ഇടയില്ല. മഴ പെയ്തിട്ടുണ്ട്, ആരിലെങ്കിലും വെള്ളമില്ല, ഒന്നുമില്ല. അതിനുള്ള മഴ ഇവള് പറയാനോ ഉരുള് പൊട്ടുന്ന മഴയ്ക്ക് രാവിലെ ഒരു ഉരുളും പൊട്ടത്തില്ല. കാരണം അടമഴ എന്ന് വെച്ചാൽ നിന്ന് പെയ്യണം, അല്ലാതെ ഇവിടെ എന്നാ മഴ പെയ്താലും ഒരു ഉരുളും പൊട്ടത്തില്ല. ഈ സൈഡിലോട്ട് ഇറങ്ങാവുള്ളൂ, അങ്ങോട്ട് ഇറങ്ങല്ലോ. നാരായണി എന്നാ ഞാൻ പോയി മേടിച്ചോണ്ടിരാം. മരുന്ന് മേടിച്ച് ഇതൂടെ കൊണ്ടുപോകും. ഇത് കൊണ്ടുപോകാൻ നാരായണി ഇത് പോകുന്നില്ല. അപ്പൊ വരുന്നില്ല. പറ എവിടെ പോയതാന്ന്. വീട്ടിൽ പോയിട്ട് അലയൻസ് കാണാനുള്ളവാ. വരാന് ഇഷ്ടപ്പെട്ട മോൾക്ക് കഴിച്ചു കേട്ടോ. ഇത് മാവയെ കണ്ടായിരുന്നു. നോക്ക് മാവ കരഞ്ഞില്ല. മാവയ്ക്ക് പേടിയാവും. കാറില്ല കേട്ടോ. നല്ല കൊച്ചല്ലേ. ചോദിച്ച ബാവയോട് ചോദിച്ചു പേരെന്താ ചോദിച്ചു. കീർത്തന്യ. ഇതുണ്ടോ മോനെ കണ്ടോ? ഇതുണ്ടോ കളിക്കാൻ ഇവിടെ ഇരുന്നോ? കണ്ടല്ലോ കണ്ടോ? ഇത് മാവയുടെ അമ്മയാണ്. മടിയിരുത്താം. പിടിച്ചോ. അപ്പ പോയോ? എവിടെ പോയപ്പ? കുറച്ച് ചോറുണ്ട്. മുന്തിരിങ്ങാണോ? തമിഴല്ലേ? മൊത്തം തമിഴ്. ആ കാലല്ല മറ്റേ കാലം. മറ്റേ കാലം മരിക്ക് ചെരുപ്പിട്ടില്ല, കൊണ്ടുപോകത്തില്ല.
അമ്മ ഇട്ട് കൊടുക്കണം കുർത്തുഞ്ഞ് എടപ്പോക്കാ എടപ്പോവാ എടപ്പോക്കാ ബാ എടപ്പോവാ ഉള്ളണം എന്തിനാണ് പറയാൻ പറ്റുന്നത്? നീ എന്തിനാ ഇങ്ങനെ കിടന്ന് കാറുന്നേ കുഞ്ഞെ? ചുമ്മായാണോ കാറുന്നേ? അങ്ങനത്തെ പ്രശ്നം ഇവിടെ ഇല്ലല്ലോ. വീട്ടിലായിരിക്കുമ്പോ പ്രശ്നമില്ലല്ലോ. ഇവിടെ പോകുമ്പോഴാണല്ലോ ഇത്രയും പ്രശ്നങ്ങൾ വരുന്നേ. സ്കൂളിൽ കൊണ്ടുപോയി പ്രശ്നമാണെങ്കിൽ സ്കൂളിൽ പോകാൻ പറ്റുമോ? എന്നാ കൊണ്ടുപോകണ്ടമ്മ ഇനി സ്കൂളിൽ. ബാഗ് ഒന്നും മേടിക്കണ്ട, യൂണിഫോം നമുക്ക് തിരിച്ചു കൊടുക്കാം. പിന്നെ എന്ത് പാവമാന്നിക്കാ ഗൂഗിളിൽ നീ കാണണ്ട. പക്ഷേ പൊന്നെ രാവിലെ അല്ല, ഇന്നലെ ഏകദേശം രാത്രി ഒരു 3 മണി കഴിഞ്ഞപ്പോൾ തോന്നുന്നു തൊട്ട് തുടങ്ങിയ മഴയാണേ. പെയ്യും നിൽക്കും, പെയ്യും നിൽക്കും, ഇത് തന്നെ പരിപാടി. പൊറോട്ട മേടിച്ചോന്ന്? പൊറോട്ട മേടിച്ചെന്ന്. ചേട്ടായിക്ക് വേറെ ഇല്ലാഞ്ഞിട്ടാണ് ഈ നനഞ്ഞു വന്നേ. കോട്ടെന്തിയേ? എവിടെ കൊണ്ട് ഇതൊക്കെ വിരിച്ചിടും? ജീൻസ് ഒക്കെ വിരിച്ചിടാൻ എന്താ പാടാന്നറിയോ? ഇവിടെ വന്നപ്പോഴാ മഴ പെയ്തേ. ഇവിടെ വന്നപ്പോഴാ മഴ പെയ്തല്ലേ? ഇവിടെ ഓടിയായിരിക്കും. പൈസ എന്റെ പൊന്നെ അമ്മ എടുത്തോളാം. വരുവാ ഇതേ കൂടെ എല്ലാം പറഞ്ഞു. ആ മരുന്ന് 7 ദിവസത്തിനും പിന്നെ 1 മാസത്തിനും അല്ല. 7 ദിവസത്തിനുള്ള കിട്ടിയുള്ളൂ. മറ്റേത് 18ന്റെ ഇല്ലായിരുന്നു. അയ്യോ, അതവിടെ എടുത്തു. അവർ വരുന്ന അവിടെ ഇല്ല ഇപ്പം. അത് എടുത്തു 7 ദിവസം കൊടുക്കാനുള്ള ഇതാ അതുണ്ട്. മറ്റേ 18ന്റെ ഇത് കഴിഞ്ഞിട്ടാ 10ന്റെ 7 ദിവസം കൊടുത്താൽ മതി അല്ലേ? ബില്ല് കളയല്ലെന്ന് പറഞ്ഞു. എല്ലാം ഒരു മരുന്നിന്റെ ബില്ല്. അയ്യോ, അത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെക്കണം. കാരണം അവൾക്ക് ഇത് ബില്ലുകളെല്ലാം സൂക്ഷിച്ച് വെക്കണമെന്ന് അവളെന്നോട് പറഞ്ഞായിരുന്നു. ഇവർക്ക് മേടിക്കുന്ന ബാഗിന്റെ, ഇവർക്ക് മേടിക്കുന്ന ഡ്രസ്സ് എന്ന് വെച്ചാൽ യൂണിഫോം, അതെല്ലാം ബില്ല് എല്ലാം എടുത്ത് വെച്ചാൽ അത് വെച്ചിട്ടാണ് അവർക്ക് സ്കോളർഷിപ്പിന്റെ വരുന്നത്. ഈ ബില്ലൊക്കെ കളയില്ല. ഇങ്ങനെ നനച്ചാൽ എന്ത് ചെയ്യും സാറേ? ആണോ? ഓക്കെ. മഴയത്തൊക്കെ ദൈവമേ എങ്ങനെ താഴെ വരെ എന്നെ കൊണ്ടുപോകും. ശാംഭവി എൻ്റെ പൊന്നു ദൈവമേ, ഇങ്ങോട്ട് വന്നപ്പോൾ ആ വീട്ടിൽ കയറാൻ വേണ്ടി ഭയങ്കര അലമ്പായിരുന്നു. ചേട്ടാ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ചേട്ടാക്ക് അറിയത്തില്ല. അങ്ങോട്ടല്ലോ ജോലിക്ക് പോലും വിടാതെ നേരെ പിടിക്കുന്നേ. ജോലിക്ക് പോലും വിടാത്ത എല്ലാന്ന് മനസ്സിലായില്ലേ? നീല പറ്റത്തില്ല അല്ലേ നാരായണി? ശാംഭവിയേ ഇവളല്ലേ, ഇവളല്ലേ ഇരുന്നത്. അലമുണ്ടാക്കാൻ വീഡിയോ എടുക്കാൻ പോകുന്നു, അതോ കൊച്ചിനെ പിടിക്കാൻ പോകുന്നു? അവിടെ കയ്യിലോ? അയ്യോ എൻ്റെ പൊന്നാ. വൈകുന്നേരം ആയപ്പോൾ പിന്നെ മഴയോട് മഴയാ. എടുക്കാനാണ് അതേ ഉള്ളൂ.